അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇവിടെ നമുക്ക് ദുബായിലൊക്കെ ആണെങ്കിലും കാന്താരമുളക് അവൈലബിൾ ആണ്. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പച്ച ടേസ്റ്റ് മാറി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആ വെന്തുകൊണ്ടിരിക്കുന്ന ആ വെന്ത നമ്മുടെ കൂന്തൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇതായിപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പീരയും എല്ലാം കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യും, അത് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം മാങ്ങയും ഒരു ചെറിയ സവോളയും കുറച്ച് കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യത്തിന് കാന്താരിമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി. കാന്താരിമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം പച്ചമുളക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഈ മാങ്ങയും, അധികം പുളിയുള്ള മാങ്ങയല്ല കേട്ടോ, മാങ്ങയും അതുപോലെ നമ്മുടെ ഒരു ചെറിയ സവോളയും, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ നമ്മുടെ കാന്താരിമുളക്. അപ്പോൾ കാന്താരിമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരയ്ക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ കാന്താരിമുളകിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ നമുക്ക് ദുബായിലൊക്കെ ആണെങ്കിലും കാന്താരമുളക് അവൈലബിൾ ആണ്. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മളിത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി കട്ട് ചെയ്ത് വെച്ച കൂന്തൽ, ആ റൗണ്ട് വലിയ റൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തില്ല, റൗണ്ടിൽ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും ഈ കൂന്തൽ വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ അധികം ഉപ്പ് ചേർക്കാൻ പാടില്ല, കാരണം ഓൾറെഡി നമ്മൾ അരപ്പിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പം വെള്ളം ഒഴിക്കുമ്പോഴും കൂന്തൽ നന്നായിട്ട് വെള്ളമുള്ളൊരു ഫിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ഗ്ലാസ്സിൽ താഴെയുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഈ അരപ്പ് റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ കൂന്തൽ വെന്തും കിട്ടുന്നുണ്ടാവും. അപ്പം അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങ, ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തേങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു തേങ്ങ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ജസ്റ്റ് തേങ്ങ മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കൂന്തൽ ആ സമയത്തേക്ക് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ മതിയാവും. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി പോകാൻ പാടില്ല. അതായത് എന്നാൽ ബ്രൗൺ ഷെയ്ഡ് ആവണോ എന്ന് ചോദിച്ചാൽ ബ്രൗൺ ഷെയ്ഡ് ആവുകയും ചെയ്യണം. നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ആ ഒരു ക്രിസ്പ്നെസ് സ്റ്റേജിലേക്ക് കിട്ടിയാൽ മതിയാവും. ഇത് നിങ്ങൾ തേങ്ങ നമ്മൾ വറക്കുന്നതിന് മുൻപായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് ഫ്രൈ ആയി കഴിയുന്ന തേങ്ങ എടുത്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളിട്ട് പൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ ഒരു തോരൻ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ അളവിലുള്ള കടുകും, അതുപോലെ 1/2 ടീസ്പൂൺ അളവിലുള്ള ഉലുവയും, അതുപോലെ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ അളവിലുള്ള പെരുംജീരകമാണ്, അതായത് വലിയ ജീരകം എന്ന് പറയും, ഫെനൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് 3-4 പീസ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, അല്ല പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ലേശം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സി കഴുകിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് എടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ച ഒരു 3-4 മിനിറ്റ് 3-3.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടും. ഇപ്പം ഈ സംഭവം ഈ പച്ച ടേസ്റ്റ് മാറി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആ വെന്തുകൊണ്ടിരിക്കുന്ന ആ വെന്ത നമ്മുടെ കൂന്തൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിലെടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ പുളിയ ഉപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ഈ സമയത്ത് വേണം പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതെല്ലാം പാകത്തിനായിരുന്നു. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ടിട്ട് ഈ സംഭവം കറി ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. പക്ഷേ നമ്മളിത് ഒരു തോരൻ സ്റ്റൈലിലാണ്, അതിനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം.
വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റോ കുക്ക് ചെയ്യാം. അപ്പോൾ പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതങ്ങ് അടച്ച് വെക്കുകയാണ്, തീ ഓഫ് ചെയ്തിട്ട്. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കണോ അത്രത്തോളം നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം. ഞാനൊരു ജസ്റ്റ് ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇതായി ഇപ്പം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതായത് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങയുടെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. നമ്മൾ തേങ്ങയും നമ്മുടെ തേങ്ങാപ്പീരയും എല്ലാം കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് പറയാം. അപ്പോൾ ഇതിന് ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വറുത്ത തേങ്ങയുടെയും ആ മാങ്ങയുടെ ഒരു പുളിരസവും ആ ഉപ്പും ആ വറുത്ത തേങ്ങയുടെ ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എരിശ്ശേരി കഴിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈൽ വേണമെങ്കിൽ പറയാം. ഒരു നോൺ വെജ് എരിശ്ശേരി എന്ന് വേണേൽ പറയാം. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ചോറിൻ്റെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.